10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. ഒരുപാട് സന്തോഷം. ഫുൾ A+ കിട്ടിയ, ഉന്നത വിജയം കിട്ടിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ മാർക്ക് കുറവുള്ള, തോറ്റുപോയ, പ്രതീക്ഷയ്ക്കൊത്ത് മാർക്ക് കിട്ടാത്ത കുട്ടികളോടാണ്. നിങ്ങൾ വിഷമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് ജീവിതത്തിലെ അനേകം പരീക്ഷകളിലെ ഒരു പരീക്ഷ മാത്രമാണ്. ഒരുപക്ഷെ 2-3 വർഷങ്ങൾക്കിപ്പുറം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കൊന്നും ആരും ഓർത്തിരിക്കുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കാം. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ആദ്യ പരാജയമൊന്നുമല്ലല്ലോ ഇത്. എന്നിട്ട് എന്തിനാണ് വിഷമം? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. പലപ്പോഴും നിങ്ങളെ ആളുകൾ ഒറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ്. മറ്റുള്ള ആളുകളുടെ മാർക്ക് പറഞ്ഞ് കമ്പയർ ചെയ്ത് നിങ്ങളെ അവഗണിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ അനേകം പരാജയങ്ങളിൽ ഒന്ന് മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ ഇതിനിടയ്ക്ക് ഒരു എഫേർട്ടും ഇട്ടിട്ടില്ലെങ്കിൽ എഫേർട്ട് ഇട്ട് തുടങ്ങുക എന്നതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ തോറ്റ പരീക്ഷ എഴുതിയെടുക്കാൻ, മാർക്ക് കുറഞ്ഞതിന് റീവാലുവേഷൻ കൊടുക്കാൻ, വീണ്ടും എഴുതാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങുക എന്നതാണ് ചെയ്യേണ്ടത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കുറവുള്ള വിഷയം പഠിക്കുക എന്നതല്ല, നിങ്ങളുടെ ഇൻട്രസ്റ്റിന്, പാഷന്, സ്കില്ലിന്, എബിലിറ്റീസിന് അങ്ങനെ തുടങ്ങി നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങുക. ഈ പ്രായത്തിൽ പഠിക്കേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് ആദ്യം മനസ്സിലുണ്ടാക്കിയെടുക്കുക. അടുത്തത് താരതമ്യം നിർത്തുക എന്നതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നില്ലേ? ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ജീവിതത്തിൽ പഠിക്കാൻ സാഹചര്യമൊന്നും ഇല്ലാത്ത, വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വരുന്ന, പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് ജോലിക്കൊക്കെ പോയി വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത വീട്ടിൽ നിന്നൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ, അവരും പഠിക്കാൻ സാഹചര്യമുള്ള കുട്ടികളും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള മത്സരങ്ങളാണ് ഓരോരുത്തർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. പാരൻസിനോടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ നിലവിൽ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഒരുപക്ഷെ അവർക്ക് ശേഷം നന്നായി അറിയാവുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്നത് അവർ ഓർമ്മകളിൽ വെച്ചേക്കും. ഇനിയുള്ള കാലങ്ങളിലൊക്കെ അവർ ഓർത്ത് പറഞ്ഞേക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയപ്പോൾ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് എൻ്റെ പാരൻസ് ആണെന്ന്. അപ്പോൾ അവർ ഒറ്റപ്പെടുത്താതിരിക്കുക, അവരെ അങ്ങനെ ചേർത്ത് പിടിച്ചേക്കാം. ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഒരു ആദ്യപടി മാത്രമാണ്, അല്ലെങ്കിൽ കരിയറിലേക്കുള്ള ഒരു ആദ്യപടി മാത്രമാണ് 10ാം ക്ലാസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. കുട്ടികളെ, സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. ഇന്ന് തുടങ്ങുക. ഇന്ന് നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. ബട്ട് വൺ ഡേ യു സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്, വൺ ഡേ യുവർ ബെസ്റ്റ് will be the best comparing to the rest. So get up, start something.